കാര്യം, ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് മിസ് ഇതാ ഇപ്പൊ പോവും. നിങ്ങളുടെ എല്ലാവരുടെയും ടെൻഷൻ ഇപ്പൊ ഇതാണ്, ഇനി എങ്ങനെ പഠിക്കണം? +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഒരേ ഒരു പ്രശ്നം മാത്രം, ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം? ക്ലാസ്സസ് ഒരുപാട് കഴിഞ്ഞു അല്ലെ? ക്ലാസ് ഒരുപാട് കഴിഞ്ഞു, ചാപ്റ്റേഴ്സ് ഒരുപാട് നമ്മൾ മുമ്പിലോട്ട് പോയിട്ടുണ്ട്. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം? എങ്ങനെയാണ് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് 100% മാർക്ക് ലഭിക്കുക? ഇതായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ കൺസേൺ. ആ കൺസേണിനുള്ള ചെറിയൊരു സൊല്യൂഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതി. കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ഉണ്ടാവും. ബെസ്റ്റ് ടൈം ടേബിൾ. അതിങ്ങനെ എല്ലാവർക്കും കൂടി ഒരു കോമൺ ടൈം ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടുന്ന ടൈം ടേബിള്, നിങ്ങൾക്ക് ഏത് ടൈം ടേബിൾ ആണോ വേണ്ടുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ബെസ്റ്റ് ടൈം ടേബിൾ. നമ്മൾ നേരത്തെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ടൈം ഉണ്ടാവും അല്ലെ? നമുക്ക് എല്ലാവർക്കും, ചിലർക്ക് രാവിലെ ആയിരിക്കും, ചിലർക്ക് നല്ല വൈകിട്ടായിരിക്കും, ചിലർക്ക് ലേറ്റ് നൈറ്റ് ആയിരിക്കും അല്ലെ? അപ്പം നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഒരു ബെസ്റ്റ് ടൈം ഉണ്ടാവും. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഒരു വേസ്റ്റ് ടൈം ഉണ്ടാവും. എനിക്ക് ഒരു തരത്തിലും രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എനിക്ക് ഒരു തരത്തിലും രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നമ്മുടെ പല ആൾക്കാരുടെയും ബെസ്റ്റ് ടൈമും വേസ്റ്റ് ടൈമും വ്യത്യാസം ഉണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വേസ്റ്റ് ടൈം ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് കൺവീനിയന്റ് അല്ലാത്ത സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോട്ടുകൾ ഉണ്ടാക്കാനാണ്. ഓക്കെ, നോട്ടുകൾ ഉണ്ടാക്കാൻ, അതുപോലെ ഹോംവർക്കുകൾ ചെയ്യാൻ, ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പ്രാക്ടിക്കലിൽ ചില ആൾക്കാർക്ക് റെക്കോർഡൊക്കെ എഴുതാനുണ്ടാവും. അതേപോലെയുള്ള കാര്യങ്ങൾ ഫൈനൽ എക്സാമിലേക്ക്, അതേപോലെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ നോട്ടുകൾ നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിൽ പോയിട്ടില്ല എന്നാണെങ്കിൽ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്യുക. ഗെയിം കളിക്കാം, മൂവി കാണാം, കളിക്കാൻ പോകാം, അങ്ങനെ TV കാണാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനിയുള്ളത് നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്. ഈ ബെസ്റ്റ് ടൈമാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം. അതായത് ഈ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അരമണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തുമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ എടുത്താലും നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തില്ല. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള പോർഷൻസ്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഈ സമയത്ത് പഠിക്കുക. പ്രത്യേകിച്ച് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ സംബന്ധിച്ച് തിയറിയാണ് കൂടുതൽ. പ്രാക്ടിക്കലി നിങ്ങൾ ഈ സമയത്ത് ചെയ്തു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും മടുപ്പുള്ള, ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ബെസ്റ്റ് ടൈമിൽ പഠിച്ചു നോക്കുക. ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ കമന്റിൽ വന്നിട്ട് പറയാം, മിസ്സേ പറ്റുന്നില്ല, അപ്പൊ ഞാൻ അടുത്ത വഴിയും കൊണ്ടുവരാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ പറയാൻ, ചുമ്മാ പറയരുത്. അപ്പോ ഈ ബെസ്റ്റ് ടൈമിൽ ഏറ്റവും വേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ഈ ബെസ്റ്റ് ടൈമിൽ പഠിക്കണം. അപ്പോഴത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെടാൻ പറ്റും. അതേപോലെ റിവൈസ് ചെയ്യുന്നത്, നമ്മൾ പറയാറുണ്ട് 3 hours ഓഫ് സ്റ്റഡീസ്. എന്തൊക്കെയാണത്? റീഡ്, ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ്, ദെൻ റിവൈസ്. ഈ 3 hours ആണ് നിങ്ങളുടെ സ്റ്റഡീസിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള 3 സാധനങ്ങൾ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബെസ്റ്റ് ടൈമിലാണ്. വായിക്കുക, റിവൈസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിവൈസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചിട്ടുണ്ടാവണം അല്ലേ? അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. എന്താണ്? ബെസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അതേപോലെ ഇഷ്ടമുള്ളതായാലും പഠിക്കാൻ ശ്രമിക്കുക. നോട്ട് എഴുതുക, അങ്ങനെയുള്ള പരിപാടികൾ ഒഴികെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വേസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പ്രോപ്പറായിട്ട് മൈൻഡ് പഠിക്കാൻ പറ്റാത്തത്, മൈൻഡ് ഇരുത്തി പഠിക്കാൻ പറ്റാത്തത്, ആ സമയത്ത് നോട്ട്സ്, ഹോംവർക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇതായിരിക്കണം. നിങ്ങൾക്ക് സ്കൂളിൽ പാരലലി എക്സാമുകൾ നടക്കുന്നുണ്ടാവാം, മറ്റെന്ത് വേണമെങ്കിലും നടന്നോട്ടെ. ഫൈനൽ എക്സാമിന്, മാർച്ചിൽ വരാനുള്ള ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അടിപൊളി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഒന്നാമത്തെ ദിവസം ബയോളജി ആയിക്കോട്ടെ, അത് ഓണം എക്സാം ഓറിയന്റഡ് ആവണ്ട, ക്രിസ്മസ് എക്സാം ഓറിയന്റഡ് ആവണ്ട, ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ എയിം ചെയ്യുന്നത് ഫൈനൽ എക്സാമിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു ടൈം ടേബിൾ എടുക്കുക.
അരമണിക്കൂർ ദിവസവും നിങ്ങൾ ആ ടൈം ടേബിൾ വെച്ച് പഠിച്ചാൽ മതി. ഒരു ദിവസത്തെ നിങ്ങളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിൽ അരമണിക്കൂർ ആ ടൈം ടേബിളിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അരമണിക്കൂർ ഫൈനൽ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള സമയത്തൊക്കെ ഡെയിലി റുട്ടീൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ നാളത്തെ എക്സാമിനും നാളത്തെ ഹോംവർക്കിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. സോ ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരണം. കാരണം ഇത് ഞാൻ എവിടുന്നോ തപ്പിപ്പിടിച്ച് തന്നിട്ടുള്ള ഒരു സാധനമാണ്. റിസൾട്ട് എന്താണെന്ന് പറയാൻ എനിക്കും താല്പര്യമുണ്ട്. സോ ട്രൈ എന്നിട്ട് എന്നോട് പറയണം. ഓക്കെ.